ഇവയെ കാക്ഷിക്കുന്നു ഞാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം. ഈ പ്രഭാത ജാഗ്രത നമുക്ക് ഇപ്രകാരം ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടിയിരിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ദൈവം ഒരുക്കിയതിനെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി ഉത്തേജകങ്ങൾ കാലക്രമേണ ദൂഷ്യ ഫലങ്ങൾ ഉളവാക്കുന്നു എന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് ഒരു ആശ്വാസം ലഭിക്കുന്നുവെങ്കിലും പിൽക്കാലത്ത് അത് വളരെ ദൂഷ്യ ഫലങ്ങളാണ് നമുക്ക് ഉളവാക്കുന്നൊരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് അല്പമായി ചിന്തിക്കുവാൻ തക്കവണ്ണം ക്രിസ്തുവിൽ ശരണപ്പെടുന്നത്. 1 കൊരിന്ത്യരുടെ പുസ്തക ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം പ്രകാരം അവിടെ വചനം പ്രകാശിക്കുകയാണ്. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾ കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവിടുന്ന് പോക്കുവഴിയും ഉണ്ടാകും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് ദാനമായി നൽകിയ ആരോഗ്യ നിയമങ്ങൾ വളരെയേറെ പാലിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകത ഇന്ന് വളരെയേറെ പ്രസക്തമായൊരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ നിങ്ങൾ കടന്നു പോകുന്നത്. നാം വായിച്ച തലവാചകം ഇങ്ങനെയാണ്. ഉത്തേജകങ്ങൾ ഏതാണ് നാം പരിശോധിക്കുമ്പോൾ ചായ, കാപ്പി മുതലായ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ആ പാനീയങ്ങൾ എടുക്കുന്നതായ സമയത്ത് ഒരു ഉന്മേഷം അതിലുണ്ട് എങ്കിലും പിന്നെ അതിൻ്റെ പാർശ്വഫലങ്ങളെ നാം പരിശോധിക്കുമ്പോൾ അത് നാഡീമണ്ഡലങ്ങളെയൊക്കെയും ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സാധിക്കും. ഇതൊക്കെയും മെഡിക്കലി അത് പ്രൂവൻ ചെയ്തതായ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ആരോഗ്യം എന്നത് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ വരദാനമാണ്. അതിനെ പരിരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം തന്നെയാണ്. അത് എവിടെയാണോ എന്ന് പരിശോധിക്കുമ്പോൾ നമ്മുടെ അടുക്കളയിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. വർജനം ചെയ്യേണ്ടതിനെ വർജനം ചെയ്തുകൊണ്ട്, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ചുകൊണ്ട്, മുറുകെ പിടിക്കേണ്ടതിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതിൻ്റെ പരമ ഉദാഹരണമായി നാം നമ്മുടെ തീന്മേശകളെയാണ് നാം കാണുന്നത്. എപ്രകാരമാണ് അവിടെ ഒരുക്കി വയ്ക്കുന്നതായ ആഹാര പദാർത്ഥങ്ങൾ നാം അതിനെ എടുക്കുമ്പോൾ അവിടെ നിരത്തി വയ്ക്കപ്പെട്ട ആഹാര പദാർത്ഥങ്ങളെ നാം അതിനെ ഭക്ഷിക്കുമ്പോൾ അത് എപ്രകാരമുള്ളതായ ഒരു അനുഭവമാണ് എന്ന് നാം പരിശോധിക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് സമീകൃതമായ ആഹാരം, ധാതുക്കളും ലവണാംശങ്ങളും എല്ലാം അടങ്ങിയ നാരുവകയായ ഭക്ഷണങ്ങൾ, അതോടൊപ്പം ഇലക്കറികൾ മുതലായ പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങളെ എന്ത് ചെയ്യണം? നാം നമ്മുടെ തീന്മേശകളിൽ നാം ഒരുക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ എടുക്കുന്നതായ ആഹാരത്തിന് ഒരു ഇടവേള അത് അത്യന്താപേക്ഷിതം തന്നെയാണ്. കാരണം നാം കഴിക്കുന്ന ആഹാര പദാർത്ഥത്തിന് അതിനെ ദഹിക്കുവാൻ ഉള്ള ദഹന ശക്തി ദൈവം നൽകിയിട്ടുണ്ട്. അതിന് ദഹന രസം അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത്, അത് ദഹനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നാം വീണ്ടും വീണ്ടും രാവിലെ പ്രഭാതത്തിൽ ഭക്ഷണം കഴിച്ച് ആ ദഹനം നടക്കുന്ന സമയത്ത് തന്നെ വീണ്ടും നാം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ദഹനത്തിനെ ബാധിക്കുന്നു. തന്നെയുമല്ല, ഉച്ചത്തേനുള്ളതായ ഭക്ഷണത്തിൻ്റെയും ക്രമങ്ങൾ അവിടെ തെറ്റുന്നതായിട്ട് കാണാൻ പറ്റുന്ന സാധിക്കും. ഈ സമീകൃത ഭക്ഷണം നാം എടുക്കുമ്പോൾ അതിന് ചില കാല അവകാശങ്ങൾ ആവശ്യമാണെന്നതിനാൽ സൂര്യൻ അസ്തമിച്ച് വളരെ വൈകിയുള്ളതായ ആഹാരം നാം എടുക്കുന്നതിലൂടെയുള്ളതായ ആരോഗ്യ പ്രശ്നങ്ങളും അനവധിയാണ്. അത് ദഹനത്തെ ബാധിക്കുമ്പോൾ അത് നമ്മുടെ ഉറക്കത്തെ എന്ത് ചെയ്യുന്നു? അത് ബാധിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്ന സാധിക്കും. അപ്പോൾ ഈ ഭക്ഷണം മൂലമുണ്ടാകുന്ന വിവിധങ്ങളായ ആരോഗ്യ പ്രശ്നങ്ങൾ അത് ഇന്ന് സുലഭമാണ്. ഇന്ന് മാനവജാതിയെ വളരെയേറെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഒരു അനുഭവം തന്നെയാണ്. വൈദ്യന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ വയറ് അത് സുഖമാണെങ്കിൽ നമ്മുടെ ശരീരം സുഖമാണെങ്കിൽ. അപ്പോൾ എത്രത്തോളം നാം നമ്മുടെ ഉദരത്തെ നാം പരിപാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കാം. ചിലപ്പോൾ അതൊരു ശീലമായിരിക്കാം. അത് പെട്ടെന്ന് അത് ക്രമാതീതമായി കൊണ്ടുവരുമ്പോൾ ചില പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം. എങ്കിലും അതിനെന്ത് ചെയ്യണം? നാം അതിനെ പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യണം. നമ്മുടെ ഈ ഭൂമിയിലുള്ള വാസം അത് അനുഗ്രഹപൂർണ്ണമായി തീർക്കേണ്ടതിന് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ക്രമങ്ങൾ, അതിൻ്റെ ശൈലികൾ എന്ത് ചെയ്യണം? നാം മാറ്റണം. ഇന്ന് നാം വളരെ വ്യാപകമായി കാണുന്നതാണ് ജീവിത ശൈലി മൂലമുള്ള രോഗങ്ങൾ ഇന്ന് ഒട്ടനവധിയായിട്ട് ലോകത്തിലുള്ളതായിട്ട് കാണാൻ പറ്റാൻ സാധിക്കും. എന്താണെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലിയിൽ വന്നതായ മാറ്റങ്ങൾ, വന്നതായ വ്യതിയാനങ്ങൾ എന്ത് ചെയ്യുന്നു?
വളരെയേറെ രോഗങ്ങളെ നാം ക്ഷണിച്ചു വരുത്തുന്നതായ ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുന്നത് കൊണ്ട് ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ഒരു മാതൃകയായി ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ഉപവാസം കൊണ്ട് എന്ത് ചെയ്തു, നമുക്കൊരു മാതൃക അവിടെ കാണിച്ചു തരികയാണ്. അപ്പോൾ ആ സ്വയത്യാഗം, വർജനത്തിൻ്റെ ആവശ്യകത ഇന്ന് നമുക്ക് ആവശ്യമാണ്. ഇത് നാം പരിശോധിക്കുമ്പോൾ ആ ഒരു ഉപവാസത്തിൻ്റെ ക്രമങ്ങൾ ഒക്കെയും അത് ശരീരത്തിന് അതൊരു അനുഗ്രഹമാണ് എന്നും നമുക്ക് കാണാൻ തക്ക സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു വചനം ഇങ്ങനെ ഈ ഭാഗത്ത് അവിടെ പ്രകാശിക്കുന്ന അനുഭവം തന്നെയാണ്. അപ്പോൾ ഈ ബലഹീനതകളിൽ നമുക്കിതിനെ അതിജീവിക്കുവാൻ കഴിയുമോ എന്നൊരു പക്ഷേ ഒരു ചിന്താകുളം നമ്മൾ വന്നേക്കാം. എന്നാൽ ഈ ബലഹീനതകൾ, ഈ ഭൂമിയിൽ വരുന്നതായ വർജനത്തിൻ്റെ ആവശ്യകതയെ മുൻനിർത്തുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ നമുക്ക് ക്രിസ്തുവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ടെസ്റ്റിമണീസ് ഫോർ ദ ചർച്ച് എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സാക്ഷ്യമാണ്. എന്താണെന്ന് പരിശോധിക്കുമ്പോൾ അതെന്ത് ചെയ്യണം, അത് ആ ബലഹീനതകളിൽ അതിജീവിക്കുവാൻ നമുക്ക് സഹായകരമായി ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. യേശു എന്ത് ചെയ്യും, ആ കൃപകൾ നമുക്ക് നൽകും. നാം എന്ത് ചെയ്യണം, അതിനുവേണ്ടി കാത്തു നിൽക്കണം, പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം. വചനങ്ങളെ നാം ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധിയും വേർപാടോടുകൂടി ജീവിക്കുവാൻ ദൈവം സകല അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബങ്ങൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹവാനായി ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഉത്തേജകങ്ങൾ കാലക്രമേണ വലിയ ദൂഷ്യഫലങ്ങളാണ് ഉളവാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു. ഞങ്ങൾ കേൾക്കുക മാത്രമല്ല, ഞങ്ങളുടെ അടുക്കളകളിലും ഞങ്ങളുടെ തീന്മേശകളിലും ഞങ്ങൾ ഇത് ക്രമീകരിക്കുവാൻ തക്കമുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമീകൃതമായ ആഹാരം ഞങ്ങൾ ഭക്ഷിച്ച് ദൈവത്തിൻ്റെ സാക്ഷികളായി ക്രിസ്തുവിൻ്റെ വരവിൽ അനേകരുമായി കർത്താവിനെതിരെ നിന്ന കൂട്ടത്തിൽ കാണപ്പെടുവാൻ അവിടുന്ന് സകല നന്മകളും ഞങ്ങൾക്ക് നൽകണമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വഴിയായി താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുമാറാകണമേ. ആമേൻ.